വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ വില്ലേജ് ഓഫീസ് ഉപരോധത്തിൽ സംഘർഷം. നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് BJP. നാദാപുരം DYSPയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്നത്തെ ഉപരോധം അവസാനിപ്പിച്ചു. നാളെ വീണ്ടും സമരമുണ്ട്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യുക, ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുക, സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. രാവിലെ 10 മണിയോടെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പന്തൽ കെട്ടി സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് വില്ലേജ് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടിയതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ നിരവധി തവണ ഉന്തും തള്ളും നടന്നത് സംഘർഷത്തിനിടയാക്കി. ഓഫീസിലേക്ക് ഇരച്ചു കയറാനുള്ള സമരക്കാരുടെ ശ്രമത്തിനിടെ വില്ലേജ് ഓഫീസിന്റെ ഇരുമ്പ് ഗ്രിൽസിന്റെ വാതിൽപ്പാളി പൊളിഞ്ഞു വീണു. തിങ്കളാഴ്ചയും ദുരിതബാധിതർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. ചൊവ്വാഴ്ച കളക്ടർ വന്ന് ദുരിതബാധിതരുമായി ചർച്ച നടത്തുമെന്ന് അന്ന് വടകര തഹസീൽദാർ ഉറപ്പു നൽകിയതോടെയാണ് തിങ്കളാഴ്ച സമരം അവസാനിപ്പിച്ചത്. അതുണ്ടാകാതിരുന്നതോടെയാണ് ഇന്ന് വീണ്ടും ഉപരോധ സമരവുമായി ജനങ്ങൾ രംഗത്തെത്തിയത്. വൈകിട്ടോടെ നാദാപുരം DYSP AP ചന്ദ്രൻ വിലങ്ങാടെത്തി സമരസമിതിയുമായി ചർച്ച നടത്തി. തുടർന്ന് നാളെ നാദാപുരം MLA EK വിജയനും വടകര RDOയും വിലങ്ങാടെത്തി സമരസമിതിയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകി. ഇതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. നാളെ വീണ്ടും തുടരും. അതേസമയം നാളെ വിലങ്ങാട് ഹർത്താൽ നടത്തുമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് MC അനീഷ് അറിയിച്ചു. ജനം, കോഴിക്കോട്.